ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി തഴച്ച് വളരാനുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് സ്വയം കാച്ചിയെടുക്കാവുന്നൊരു എണ്ണയാണിത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഉപയോഗിക്കുന്നത് ഈ എണ്ണയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, സമയക്കുറവ് മൂലം നമ്മുടെ മുടിയെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ നമുക്കൊന്നും കഴിയാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധ ആളുകളെല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഓഫീസിലെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും ചെയ്ത് അതിനിടയ്ക്ക് എപ്പോഴാണ് നമ്മുടെ മുടിയൊക്കെ നോക്കാൻ ടൈം കിട്ടുന്നത്? ശരിയല്ലേ? അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഞാൻ ഇന്ന് ഈ എണ്ണേൻ്റെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, വീട്ടിലുള്ള പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റിയൊരു എണ്ണയാണ്. ഉള്ള സമയത്ത് ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് തേച്ചാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും പിന്നെ മുടിക്ക് ഉണ്ടാവില്ല. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഈ എണ്ണ കാച്ചി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ നാളത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മളെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിരിക്കുകയും ചെയ്യും. നല്ല കറുപ്പ് നിറവും കിട്ടും. നല്ല തിക്കായിട്ട് മുടി വളരുകയും ചെയ്യും. കൊഴിഞ്ഞ സ്ഥലത്തൊക്കെ നല്ല പുതിയ മുടി വളർന്നു വരും ഇത് തേച്ച് തുടങ്ങി കഴിഞ്ഞാൽ. പിന്നെ താരനുള്ളവരാണെങ്കിൽ ഇത് തേച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും താരൻ മാറി കിട്ടുകയും ചെയ്യും. തേച്ച് തുടങ്ങിയ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇതിൽ നമുക്ക് വേണ്ടത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊപ്രയൊക്കെ ആട്ടിയിട്ട് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മില്ലിൽ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മായമില്ലാത്ത വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കഞ്ഞെണ്ണ അല്ലെങ്കിൽ കയ്യോന്നി, ബ്രിങ്കരാജ് എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അതാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതാണ് നമ്മളെ മുടിയെ നല്ല ബ്ലാക്ക് കളറാക്കാനും പുതിയ മുടി പെട്ടെന്ന് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഇതിലുള്ള കാര്യം. പിന്നെ അടുത്തതാണ് ചെമ്പരത്തിപ്പൂവ്. നല്ല ചുവന്ന ചെമ്പരത്തിപ്പൂവ്, 5 ഇതളുള്ള ചെമ്പരത്തി. അതിൻ്റെ മൊട്ടും നമുക്ക് എണ്ണയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ അല്ലെങ്കിൽ അലോവേര. അത് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ അധികം ആളുടെയും വീട്ടിലുണ്ടാവും. ഇനി ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പം നമ്മളെ ഷോപ്പുകളിലൊക്കെ കറ്റാർ വാഴ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേണ്ടത് കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലല്ലോ. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ ഈ എണ്ണ നമുക്ക് കാച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ കഞ്ഞെണ്ണ കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അത് വളർത്തി കൃഷി ചെയ്തെടുക്കാൻ പറ്റും. കാരണം അതിന് പ്രത്യേകിച്ച് വളമോ വലിയ ശുശ്രൂഷ ഒന്നും ആവശ്യമില്ല. അത് തന്നാലെ വളർന്നോളും. മഴക്കാലത്താണെങ്കിൽ പ്രത്യേകിച്ച് അത് നന്നായിട്ട് വളർന്നു പോകും. ആ സമയത്ത് നമ്മൾ ഈ എണ്ണ കുറച്ച് കൂടുതൽ കാച്ചി വെക്കുകയാണെങ്കിൽ കുറേ കാലത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഇത് വീട്ടിൽ എങ്ങനെയാണ് കൃഷി ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനത് കാണിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ എണ്ണ കാച്ചി വെച്ചത് സ്റ്റോക്ക് ഉണ്ട്. അത് തീർന്നിട്ട് ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞാനത് എങ്ങനെയാണ് കാച്ചുന്നതെന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യം തന്നെ കഞ്ഞെണ്ണ, ചെമ്പരത്തി, കറ്റാർവാഴ, കറിവേപ്പില, ഈ 4 കാര്യങ്ങളെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് പേസ്റ്റാക്കി എടുക്കാം. എത്രയാണ് ഇതിൻ്റെയൊക്കെ അളവ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് പേസ്റ്റാക്കി വെച്ചതിന് ശേഷം നല്ല അടി കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിൽ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം. പേസ്റ്റ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഉലുവയും കൂടെ ചേർക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ എണ്ണ വെച്ചിട്ട് തിളപ്പിക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണം, അടി പിടിക്കാൻ പാടില്ല. അതങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എണ്ണ നിറം മാറി വരും.
ഒരു 5-10 മിനിറ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരുപാട് സമയം അത് വെച്ചേക്കാനും പറ്റില്ല. അധികം ഒരുപാട് അത് എണ്ണ ചൂടായി കഴിഞ്ഞാലും എണ്ണ കേടായി പോവും. അത് ചിലപ്പോൾ നമ്മൾ തേക്കുമ്പോൾ മുടി കൊഴിയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട. അത് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ എണ്ണയ്ക്ക് നല്ല പച്ച നിറം ആയിട്ട് വരും. ലൈറ്റ് പച്ച കളറായിട്ട് എണ്ണ മാറി വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. എണ്ണയുടെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ തന്നെ ഈ പേസ്റ്റും എണ്ണയും മാറിയിട്ട് എണ്ണ നല്ല തെളിഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല അടപ്പുള്ളൊരു ഗ്ലാസിൻ്റെ ജാറുണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക. ഇനി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കിയാലും മതി. ഗ്ലാസ് ജാറിലാകുമ്പോൾ ഒരുപാട് നാൾ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. അതിലേക്ക് നന്നായിട്ട് ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെക്കുക. ഇത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഈ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല, എണ്ണ, അത് അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിച്ച് വെക്കാനായിട്ട്. അല്ലെങ്കിൽ എണ്ണ ചീത്തയായി പോകും. ഈ എണ്ണ ഡെയിലി തേക്കാൻ പറ്റുന്നവർക്ക് ഡെയിലി തേക്കാം. ഇനി അത് കഴിയില്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും മാക്സിമം തേക്കാൻ ശ്രമിക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരൊറ്റ എണ്ണ കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളത് ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുറച്ചുണ്ടാക്കിയിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഞാൻ ചെറുപ്പം തൊട്ട് ഉപയോഗിച്ചിരുന്നു. ഇതിനിടയ്ക്ക് എനിക്ക് കുറേ നാൾ ഇത് ഉപയോഗിക്കാതിരിക്കേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് നല്ല മുടി കൊഴിച്ചിലും താരനും എല്ലാം വന്നിരുന്നു. പിന്നെ വീണ്ടും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രോബ്ലംസ് ഒക്കെ മാറിയത്. മുടി നല്ല സിൽക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം മുടി തീരെ ജട പിടിക്കുന്നൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് കോംബ് ചെയ്തെടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു കണ്ടീഷണർ പോലെ ഈ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതിന് വേറെ പ്രത്യേകിച്ച് കണ്ടീഷണറൊന്നും എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇത് നമുക്കൊരു മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകി കളയാവുന്നതുമാണ്.